ഹലോ ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടുപേരും. അപ്പോൾ നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം, ചോദിക്കുകയാണ് ക്വസ്റ്റ്യൻസ്. ഞാൻ കുറച്ച് ചോദ്യം ഏട്ടനോട് ചോദിക്കും, ഏട്ടൻ അതിന് ഉത്തരം പറയും. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിക്കും, ആളതിനനുസരിച്ചുള്ള മറുപടി കറക്റ്റായിട്ട് ഇങ്ങോട്ട് പറയണം. ഞാൻ ചോദിക്കുന്നതിനും. അപ്പോൾ ആദ്യമായിട്ട് സിമോള് ചോദിക്കും. ഫസ്റ്റ്, കല്യാണം കഴിഞ്ഞതിന് ശേഷം ചേട്ടനുണ്ടായ മാറ്റങ്ങൾ. മൊത്തത്തിൽ മാറ്റമാണ്. പണ്ട് ജോലി ചെയ്യത്തില്ലായിരുന്നു, പണ്ട് ജോലി ചെയ്യുമായിരുന്നു, ഇപ്പൊ ചെയ്യത്തില്ല. ആ ശരിയാ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് നമ്മൾ ചെയ്തിരുന്നു. ഇപ്പോൾ ആൾ വന്നതിന് ശേഷം ആൾ ചെയ്തു തരും. അങ്ങനെ അതൊരു മാറ്റമാണ്. പിന്നെ ഞങ്ങളിങ്ങനെ സ്വന്തമായിട്ട് ഐഡിയപരമായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഉത്തരവാദിത്വം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉത്തരവാദിത്വം വന്നിട്ടുണ്ടാവും എന്ന് തോന്നിക്ക്. ഉണ്ട് കുറച്ച്. പക്ഷെ ഇപ്പോഴും ഇപ്പോഴും ഞാൻ കൊണ്ട് ജോലി ടൈപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മൂന്നാമത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു അടുക്കും ചിട്ടയൊക്കെ വന്നു. അത് കാര്യം കേട്ടോ, ഒരടുക്കും ചിട്ടയൊക്കെ ഉണ്ടായി. അതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇനി എൻ്റെ ഇവിടെ മോളെ ഞാൻ ചോദിക്കാം. സിമോള് ഒരു ദിവസം ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണ്? ചിന്തിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ സമയമില്ല. എപ്പോഴും ഇങ്ങനെ ചേട്ടൻ്റെ പുറകെ വാലത്തൊന്ന് കൊണ്ട് നടക്കുക. അതുകൊണ്ട് ചിന്തിക്കാനായിട്ട് ഇപ്പം പുതുതായിട്ടൊരു വീട് വെക്കണം ഞാൻ എന്ന് ചിന്തിക്കാറുണ്ട്. നല്ല ചിന്ത. ഓക്കെ, സിമ്പിൾ മറുപടിയാണ്, കുഴപ്പമില്ല. അടുത്തേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ചേട്ടന് എന്നിൽ ഇഷ്ടപ്പെട്ട രണ്ട് ക്വാളിറ്റീസ്. ഭാര്യയിൽ ഇഷ്ടപ്പെട്ട രണ്ട്. ഓ അങ്ങനെ. ഓക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. പിന്നെ എല്ലാ കാര്യത്തിലും കൂടുതൽ സപ്പോർട്ടായിട്ട് നിൽക്കും. അങ്ങനെ തന്നെ. രണ്ടരല്ലേ ചോദിച്ചത്, രണ്ടര പറഞ്ഞു. ശരി. ഓക്കെ, അപ്പോൾ എൻ്റെ ഊഴമാണ് അടുത്ത എൻ്റെ ക്വസ്റ്റ്യൻ. എൻ്റെ മാറ്റണമെന്ന് വിചാരിക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചേട്ടാ, ഫോണിൽ കളി കുറച്ചാൽ നല്ലായിരുന്നു. പിന്നെ എനിക്ക് വേണ്ടി കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറയാൻ തുടങ്ങിയാൽ കുറേ ഉണ്ട്. അതുകൊണ്ട് രണ്ടാണ് ചോദിച്ചത്. ഗാണ്ഡമായിട്ട് രാമായണം പോലെ നീണ്ടു കിടക്കുകയാണ്. അതാണ് മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യം. ഇനി എന്റെ രണ്ട് ബാഡ് ക്വാളിറ്റീസ്. എന്റെ ഇഷ്ടപ്പെടാത്ത എന്തൊരു കാര്യത്തിന് പെട്ടെന്ന് പണങ്ങാം. പിന്നെ മുന്നേക്ക് എനിക്ക് ഭക്ഷണം കഴിക്കാതിരിക്കലുണ്ടായിരുന്നു, ഇപ്പോൾ കുറവാണ്. പിന്നെയുള്ളത് ദേഷ്യപ്പെടൽ, പെട്ടെന്ന് ദേഷ്യം വരും. രണ്ട് ക്വാളിറ്റീസ്. നേരെ കിടക്കുന്നുണ്ട്. പിന്നെ അവിടെ അണ്ടറിൽ ഒതുക്കിയെന്നാണ് പറഞ്ഞത്. ശരിയാ, രണ്ട് നല്ല ക്വാളിറ്റി പറയും. നല്ല ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ മൊത്തത്തില് നല്ലതാണ്. അടിപൊളി. പിന്നെ പിന്നെ എന്നോട് ഭയങ്കര സ്നേഹമാണ്. പിന്നെ എന്താന്ന് വെച്ചാല് മൊത്തത്തിൽ എല്ലാ കാര്യത്തിലും നല്ല സപ്പോർട്ടാണ്. എന്ത് കാണിച്ചാലും ഒന്നും പറയില്ല. ഞാൻ വന്നതിന് ശേഷം വീട്ടിലുണ്ടായ മാറ്റങ്ങൾ. ഞങ്ങൾ മുന്നേ അങ്ങനെ അച്ഛനമ്മാനെയും ഞാനൊരു കുടുംബ ഫാമിലി ഞങ്ങൾ പിന്നെ പറഞ്ഞാൽ ഇങ്ങനെ ഒച്ചപ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയത്തില്ല. അമ്മ മാത്രമാണ് ഇങ്ങനെ രാവിലെ എണീക്കാതിന് കാര്യങ്ങളൊക്കെ പോലെ ഇങ്ങനെ രാവിലെ നമ്മുടെ കൗസല്യ സുപ്രജ രാമപൂർവ ഉണ്ടായിരുന്നേ. ഇപ്പോൾ വന്നതിന് ശേഷം നമ്മൾ എല്ലാ ടൈമും ഒരു കിളവില ഒച്ചപ്പാടായിട്ട് ഇങ്ങനെ അച്ഛൻ്റെതായാലും അമ്മടേതായാലും അനിയൻ്റെതായാലും എൻ്റെതായാലും അങ്ങനെ അതൊരു ഒച്ചയും ബഹളമൊക്കെ ഉണ്ടായി. പിന്നെന്താ അതൊരെണ്ണം. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഞങ്ങൾ രണ്ട് ആമക്കൾ, പിന്നെ അച്ഛൻ. അമ്മയ്ക്കൊരു കൂട്ടില്ലല്ലോ, ഞങ്ങൾ മൂന്നാമക്കൾ, ഒന്ന് അമ്മ. ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ട് അമ്മയ്ക്ക് കൂടി ഒരു കൂട്ടായി. അപ്പോൾ അവർ 2 പേര്, നമ്മൾ 3 പേര് അങ്ങനെ
കൂട്ടായി, ഒരു പെൺകുട്ടിയുടെ വന്നപ്പോൾ കൂട്ടായി. ഓക്കെ, നെക്സ്റ്റ് ആ സിമോൾക്ക് ഒരു അടുത്ത 2 വർഷത്തിൽ ഏകദേശം നടത്തി കിട്ടണമെന്ന് ആഗ്രഹമുള്ളൊരു 3 കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ മനസ്സിൽ? 2 വർഷം ഇന്ന ചെയ്യണം, അല്ലെങ്കിൽ ഇന്നതാവണം, ഇങ്ങനെ ആവണം എന്നുള്ളൊരു ഒരു 3 കാര്യങ്ങൾ അല്ലെങ്കിൽ 2 കാര്യങ്ങൾ 3 വർഷത്തിനുള്ളിൽ 2 വർഷത്തിനുള്ളിൽ നടത്തി കിട്ടണം. 2 വർഷത്തിനുള്ളിൽ ഒരു പുതിയ വീട് കിട്ടിയാൽ കൊള്ളായിരുന്നു എന്നുണ്ട്. പിന്നെ നമ്മുടെ സുരയുടെ കല്യാണം, അത് വലിയൊരു സ്വപ്നമല്ലേ. അത് 2 വർഷമൊന്നുമില്ല, എപ്പം നടന്നാലും നല്ല സന്തോഷം. അപ്പൊ എനിക്കൊരു കൂട്ടിന് വേണ്ടിയിട്ട്. പിന്നെ എന്താന്ന് വെച്ചാല് മൊത്തത്തില് ആ വീട് കൊണ്ട് പണിയണം, പിന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട്, അങ്ങനെയാണ്. ചേട്ടന്റെ അടുത്ത ഡ്രീം എന്താണ്? സ്വപ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു സ്വപ്നമായിട്ടാണ് നമ്മൾ ഈ ഷോപ്പ് ഓപ്പൺ ചെയ്തത്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഒരു PSC ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ യൂട്യൂബ് വീഡിയോസും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഗവൺമെൻറ് ജോലി കിട്ടണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. എത്രത്തോളം നടക്കുമെന്ന് അറിയില്ല. പിന്നെ നമ്മുടെ ഈ ഒരു യൂട്യൂബ് നല്ലൊരു രീതിക്ക് എത്തിക്കണം എന്നുണ്ട്. അത് രണ്ടും ഇപ്പോൾ എനിക്ക് 2 ആഗ്രഹങ്ങളായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ റിലേറ്റഡ് ആയിട്ടുള്ള ആഗ്രഹങ്ങളാണ്. അത് പിന്നെ നമുക്ക് ഓരോ വീഡിയോയ്ക്ക് പറയാം. ഇപ്പോൾ തൽക്കാലം ചോദിച്ചുകൊണ്ട് 2 പറഞ്ഞു കേട്ടോ. വെറുതെ ചോദിച്ചാൽ 2 പറഞ്ഞു. അപ്പോൾ അടുത്ത ഞാൻ ചോദിക്കാം, സിമോൾക്ക് ഏത് രാജ്യത്തേക്ക് ടൂറൊക്കെ പോകണം എന്നുള്ള ടൂർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ട്രിപ്പ് അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യാൻ പോകണം, അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടാവും. ഇപ്പൊ നടക്കുമെന്ന് അറിയില്ല, പക്ഷെ നമുക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടാവല്ലോ ഇന്നിടേക്ക് പോകണം എന്നുള്ളൊരു. വിദേശ രാജ്യങ്ങളെ ഉദ്ദേശിച്ചത് ലണ്ടൻ. എന്തായിരിക്കും ലണ്ടനിൽ അങ്ങനെ പോകണം എന്നുള്ളൊരു പണ്ടോട്ടേ ആഗ്രഹമായിരുന്നു. എനിക്ക് ജോലി ലണ്ടനിൽ മതിയെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ലണ്ടനിൽ ജോലി ചെയ്യണോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പൊ ടൂറെങ്കിൽ ടൂർ എങ്ങനെയാലും ലണ്ടനിൽ പോകണം. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണോ അതിന് മുന്നേ ഉള്ള ലൈഫാണോ ഏറ്റവും നല്ലതായി ചേട്ടന് തോന്നുന്നു? സൂപ്പർ ഇന്ന് പറയാൻ ആഗ്രഹമുണ്ട് എന്നെങ്കിലും. പക്ഷെ വീഡിയോയ്ക്ക് ശേഷം മറ്റേ വെള്ളടി ആരോഗ്യത്തിന് കാണിയരെന്ന് പറഞ്ഞ പോലെ അങ്ങനെ കേട്ടോ. 2 സൂപ്പറായിരുന്നു. മുന്നേ ആകുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നു, അവരെ പോകുന്നു. ഇപ്പോൾ കൂടുതൽ ആളുകളുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആളുടെ കാര്യങ്ങൾ നമ്മളിങ്ങനെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകണം. അതാണ് ലൈഫ് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൂപ്പറാ. അടിപൊളിയാ. ഓക്കെ, അടുത്ത് ഞാൻ ആലോചിക്കാല്ലേ. രാജ്യം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കല്യാണ ശേഷം ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു 2 കാര്യം എന്തായിരിക്കും? എന്താണ് കല്യാണത്തിന് ശേഷം? ഒന്ന് വീട്ടിൽ പോയത് തന്നെയാണ്. പിന്നെ ഈ കട, പിന്നെ ഈ ഷോപ്പിന്റെ. ഓക്കെ, അപ്പോൾ ഒന്നാള് വീഡിയോ സെറ്റായതിൻ്റെയാണ്. 2ാമത് നമ്മുടെ ഷോപ്പാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോന്നോട്ടെ. ഇനി സിമി ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നണ കാര്യം. സിമി ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നണ എന്തിന്റെ ബേസിലാണ് ഉദ്ദേശിക്കുന്നത്? മൊത്തത്തില് സിമി ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്ന്. മൊത്തത്തില് വെറുതെ ദേഷ്യപ്പെടാതെ മറ്റേ നോർമലായിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. വെറുതെ ഇല്ല, അതാണ് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നണ കാര്യം. ഞാനിങ്ങനെ ഭയങ്കര ശാന്തശീലനും സൽഗുണസമ്പന്നനും സർവോപരി സുന്ദരമായ അതല്ല ഉദ്ദേശിച്ചേ. ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, മൊത്തത്തില് ചെയ്തിട്ട് വരുത്തി ഇങ്ങനെ ചെയ്താൽ പിന്നെ മുന്നോട്ട് പോയാൽ നന്നായിരിക്കും എന്ന് തോന്നുന്ന ഒരു കാര്യം. ഇപ്പൊ സൂപ്പറായിട്ടില്ല പോകുന്ന. അല്ല, ഇനി കുറച്ചുകൂടെ അങ്ങനെ പ്രത്യേകിച്ച് തോന്നുന്നില്ല. കുറെ നേരം ആലോചിച്ചിരിക്കേണ്ടി വരുന്നത്. സിമോൾക്ക് ഏറ്റവും അസൂയാകരമായ ഒരു കാര്യം അല്ലെങ്കിൽ അസൂയ തോന്നിയിട്ടുള്ളത് ആരോടാണ്? അസൂയ തോന്നിയിട്ടുള്ളത് ആരോടാണ്? അസൂയ തോന്നിയിട്ടുള്ള ആരോട്?
ചേട്ടാ ഒരു പെണ്ണിന്റെ കാര്യം വീട്ടിൽ ഒന്ന് പറയില്ലേ അങ്ങനെ എനിക്ക് അസുഖം. അതെന്താ അങ്ങനെ ടോക്ക്? ഓ സിമോളെക്കാട്ടിലും കൊള്ളാൻ കേട്ടോ. മുടിയൊക്കെ കൊറേ ഉണ്ട്. അത് മുടിയൊക്കെ കൊറേ ഉണ്ട്. അതൊക്കെ മുടി കൊറേ ഉള്ള ഞാൻ വെട്ടിക്കളഞ്ഞു ഗൈസ്. അത് നിങ്ങൾ ചിന്തിക്കൂ. 10ാം ക്ലാസ് പാസ്സായതിന് സന്തോഷം കിട്ടിയതാണ്, ഇതുവരെ കിളിർത്തിട്ടില്ല. ആ ഗൈസ് അതിന്റെ വിഷമത്തിലാണ് ഇപ്പോഴും ഞാൻ. മുടിയൊക്കെ തോനെ കാണുമ്പോ എനിക്ക് സങ്കടം വരും. അതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചോദിക്കാം. ഞാൻ 2 ക്വസ്റ്റ്യൻ ചോദിച്ചോ, എനിക്ക് ഡൗട്ട് ഉണ്ട് ഇതിനിടയ്ക്ക്. ഇല്ല ഇല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ പോകട്ടെ. ഈ നമ്മുടെ ജീവിതം ഞങ്ങളുടെ ജീവിതം നല്ലതായിട്ട് കൊണ്ടുപോകാനായിട്ട് ചേട്ടാ എന്തൊക്കെ മാനദണ്ഡമാണ് സ്വീകരിക്കുന്നത്? മാനദണ്ഡോ? ഞാൻ എന്ത് കേട്ടാലും നമുക്ക് ഏറ്റവും കൂടുതൽ ക്ഷമാശീലം ഭർത്താക്കന്മാർക്ക് വേണം എന്ന് എനിക്ക് തോന്നുകയാണ്. ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവരെന്തെങ്കിലും കാണാൻ പറയും, നമ്മൾ കയറി പറയരുത്, ചെയ്യരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് വേണം. അത് മെയിനാണ്. ആവശ്യമുള്ളതും ഞാനും ഉണ്ടായിരിക്കാറുണ്ട്. എന്തിനും പറയുമ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഏത് സമയവും അടിയാവും. മഴ കിട്ടാൻ തന്നെ ഒരു 2 മിനിറ്റേ ഉള്ളൂ ഗൈസ്. പിന്നെ കുളിച്ചിട്ട് പോകുമ്പോൾ അടിക്കുക, മറ്റേ ഇതിന് തലക്കടിക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ, വെറുതെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതാണ് മെയിനായിട്ട് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ആണ്. നമ്മൾ മനസ്സിലാക്കി പെരുമാറുക. ഒരാൾ കലിപ്പായാലും അഡ്ജസ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സിമോൾക്ക് കല്യാണത്തിന് ശേഷം ഏറ്റവും സങ്കടകരമായി തോന്നിയ ഒരു കാര്യം? വയ്യാതെയൊക്കെ വന്നിട്ട് ജോലിക്ക് പോകാൻ പറ്റാത്തൊക്കെ അതൊക്കെ ഭയങ്കര സങ്കടകരമായിട്ടൊരു കാര്യമായിരുന്നു. വന്ന ടൈമിലൊക്കെ നിറയെ വയ്യായിരുന്നു. ഫുൾ ടൈം വയ്യ ആശുപത്രി പോന്നു, വരുന്നു, വയ്യാതെ വീണ്ടും പോണു. ഒരു ദിവസം തന്നെ 4-5 തവണയൊക്കെ അല്ലേ ഫുൾ ടൈം വയ്യായിരുന്നു. അങ്ങനെ കുറേ 2-3 ജോലി അങ്ങനെ പോയി. അപ്പൊ അത് സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ചേട്ടന് ഡ്രീം വൈഫ് കോൺസെപ്റ്റ് എങ്ങനെയായിരുന്നു? അങ്ങനെയുള്ള ഒരാളാണോ ഞാൻ? വെറൈറ്റി ആഗ്രഹിക്കാത്തവരാരുണ്ട്? പിന്നെ മറ്റേ ഏതൊരു ഷോർട്ട് ഫിലിമിൽ പറയുന്നുണ്ട്, നമ്മള് പാൽച്ചായ ആഗ്രഹിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടുന്നത് കട്ടൻ ചായ ആയിരിക്കും. പക്ഷെ ആ കട്ടൻ ചായക്കും അല്ല പറഞ്ഞേക്ക്, ചിലപ്പോൾ കട്ടൻ ചായക്കും സൂപ്പർ. അതൊക്കെ അങ്ങനെ കോൺസെപ്റ്റ് ഒന്നുമില്ല. ഞാനൊരു നല്ല സ്വഭാവമായിരിക്കണം, പിന്നെ നമ്മളത്തെ നല്ല സ്നേഹം ഉണ്ടാവണം, പിന്നെ മുടി വേണം, അങ്ങനെ മൊത്തത്തിൽ കാണല്ലോ വെളുത്ത നിറം, നിറയെ മുടി, അങ്ങനെയൊക്കെ എല്ലാവർക്കും വെളുത്ത നിറം ഉണ്ടാക്കി കൈവ് വാട്ടാണെങ്കിൽ പോയില്ലേ, അതൊക്കെ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ ഇന്ന്. ഏകദേശം അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് സിമി. അല്ല ഇടയ്ക്ക് മറ്റേ ഞാൻ ഇടയ്ക്ക് കലിപ്പിന്റെ കാര്യം എനിക്ക് ഇഷ്ടമല്ല അധികം. അപ്പോൾ അതൊക്കെ വെച്ചപ്പോൾ അത് നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സൂപ്പറാണ്, അടിപൊളിയാ. സൂപ്പറാണ് ഗൈസ്. എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുക, എല്ലാത്തിനും. സിമോൾക്ക് എനിക്ക് തരണമെന്ന് ഉദ്ദേശിക്കുന്ന 2 അഡ്വൈസ് എന്താണ്? കുറേ ഉണ്ട് ഗൈസ്. ഏത് മതി. കുറച്ച് ഫോൺ കളിയൊക്കെ കുറച്ചിട്ട് കുറച്ച് സമയം എനിക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. കുറച്ച് സമയം, ഒരു 24 മണിക്കൂറുണ്ട്. 10 മണിക്കൂർ ഉറങ്ങുന്ന വെച്ചിട്ട് ബാക്കി സമയം 1 മണിക്കൂറെങ്കിലും എനിക്ക് വേണ്ടി തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ കുറെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാം. വീട്ടിൽ തന്നെ ആയാലും, മൊത്തത്തില് എന്റെ കാര്യത്തിലാണേലും എല്ലാവരുടെ കാര്യത്തിലാണേലും, വീട്ടിൽ അമ്മയ്ക്ക് അച്ഛനും അനിയനും ഒക്കെ ഒരു മൂത്ത ആളല്ലേ, അപ്പൊ അതനുസരിച്ച് കണ്ടറിഞ്ഞ് ചെയ്യണ്ടേ. അങ്ങനെ ഒരു ഇതില്ല. ചുമ്മാ 24 മണിക്കൂറും ഇങ്ങനെ കോമഡി അടിച്ച് കാര്യമായിട്ട് കാണില്ല, എല്ലാം സില്ലി ആയിട്ട് കാണും. അപ്പൊ അങ്ങനെയില്ല, കുറച്ച് മെച്യൂരിറ്റി വേണം. അതില്ല അങ്ങനെയല്ല ഏട്ടാ. അപ്പോ അത് കുറച്ച് വേണം എന്നാണ്, എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് അങ്ങനെ വേണം 2 അഡ്വൈസ്. ഭാര്യയിൽ അഭിമാനിച്ച അല്ലെങ്കിൽ
സന്തോഷിച്ച ദിവസം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഏത് ദിവസം? അങ്ങനൊന്നുമില്ല ഗൈസ്. നേഴ്സായിട്ട് നമുക്കൊരു അഭിമാനമുണ്ട്. മാരേജ് കഴിഞ്ഞുകൊണ്ട് ഇത് റിലേറ്റീവ്സൊന്നും അധികം ആളെ കുറിച്ച് ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ആളെ അത്ര സെറ്റ് ആയിരുന്നില്ല, ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളിവിടെ ഇതിൽ ഒരു മരിപ്പൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് തറവാട്ടിൽ ഞങ്ങളിങ്ങനെ ഒത്തുകൂടുന്ന ഒരു ആവശ്യം വന്നു. അപ്പോൾ പിന്നെ അങ്ങനെ ബന്ധുക്കളെ കാര്യങ്ങളൊക്കെ വന്ന് സംസാരിച്ചു. എല്ലാവർക്കും ആളില്ലാണ്ട് പറ്റില്ല, അപ്പം നമ്മൾ പുറത്ത് ആളകത്ത് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കണോ. സംസാരിച്ച് ഒരു എല്ലാവർക്കും ഒറ്റൊരു ഇഷ്ടപ്പെട്ടു ആള്. ഇപ്പം എല്ലാവർക്കും വിളിക്കലും പറയലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ആയിരുന്നു എനിക്ക് അവിടെ ഇല്ലേ നിന്റെ ഇവിടെ. എന്നാണെങ്കിൽ ഇതേക്കാൻ അങ്ങനെയൊക്കെ ഒരു മൈൻഡ് ആയിരുന്നു. നമ്മൾ പോയിട്ടുണ്ടാവും, സെറ്റായി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. സിമോളെ എന്നിൽ നിന്ന് പഠിച്ച അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്ത 2 ഗുഡ് ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഗൈസ് ഇത്ര പഞ്ചപാവായത്. അത് ഈ മനുഷ്യൻ കാരണമാണ്. പിന്നെ ക്ഷമ കുറച്ചൊക്കെ എനിക്കുണ്ട് ഇപ്പൊ. അത് ഈ മനുഷ്യനാണ്. ക്ഷമ കണ്ടുപിടിച്ചത് നിങ്ങളാന്ന് ഞാൻ പറയത്തില്ല. ഞാൻ പറയില്ലെങ്കിലും അത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. പിന്നെ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാന്നൊക്കെ അതൊക്കെ പഠിച്ചു ആളിൽ നിന്ന്. പിന്നെ അമ്മയിൽ നിന്ന് അമ്മ പറഞ്ഞു തന്നു. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അല്ലാതെ എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഓക്കെ, അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം തീരുമാനമായി. 2 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമ്മളെ പുതിയ ചലഞ്ചസ് ഒക്കെ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് അടുത്തായിട്ട് അങ്ങനെ ചെയ്യാം. പിന്നെ ബാലൻസ് നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ വെച്ചാൽ കമൻറ്റ് ചെയ്യുക. നമ്മളെല്ലാ വീഡിയോയും പറഞ്ഞ പോലെ വലിപ്പിക്കുന്നില്ല. അപ്പോൾ ഒന്നും പറയുന്നല്ലോ, എല്ലാവരും സ്റ്റേ സേഫായിട്ട് ഇരിക്കുക. അപ്പോൾ ബൈ, അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.